രഞ്ജൊരു പണ്ടത്തെ ഒരു കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞു വരാം കേട്ടോ. എനിക്കും എൻ്റെ ഒരു ഫ്രണ്ടും ഞങ്ങൾ ജോലി കിട്ടിയപ്പോൾ തൊട്ട് ഞങ്ങളുടെ പ്ലാൻസും ഐഡിയാസും ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ റാൻഡംലി അങ്ങോട്ട് ഇറങ്ങും. പോണ പുതിയ പുതിയ കട കണ്ടാ കയറും, എന്തെങ്കിലുമൊക്കെ ഷോപ്പിംഗ് ചെയ്യും, അങ്ങനെ വരും. ഭയങ്കര രസമുള്ള ഒരു പീരിയഡ് ആയിരുന്നു ഫ്രണ്ട്ഷിപ്പിൽ. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ ഫ്രണ്ടിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ SM സ്ട്രീറ്റിലേക്ക് പോയി. കാലിക്കറ്റ് SM സ്ട്രീറ്റ് അറിയില്ല? ഓ ഓ ഭയങ്കര കേട്ടിട്ട് ഞാൻ പോയിട്ടില്ല. ലിറ്റും നിറയെ ഷോപ്സും കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു പുതിയ കട, ഒരു നല്ല ലൈറ്റ്സും കുറേ ഡ്രസ്സും. അത് കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു വാ കേറാ, ആസ് യൂഷ്വൽ ഞങ്ങളുടെ ട്രിക്കാ. അപ്പം ഇപ്രാവശ്യം ഒരു ചെറിയ ചേഞ്ച്, അവളുടെ മുഖത്തൊരു ഹെസിറ്റേഷൻ. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ? അപ്പം പറഞ്ഞു ഇല്ല വാ വാ പറഞ്ഞപ്പോൾ വന്നു. ഞങ്ങൾ രണ്ടാളും കയറി. ഭയങ്കര കളക്ഷൻ കേട്ടോ, നല്ല വൈഡ് വെറൈറ്റി. പോയി ഞങ്ങൾ പിക്ക് ചെയ്തു. ഇറസിസ്റ്റബിൾ, ഹാബിറ്റുവേറ്റഡും ആണല്ലോ, കണ്ടാ എടുക്കുക. അങ്ങനെ ഞങ്ങൾ പോയി ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ രണ്ടാളും എടുത്തു. ബില്ല് പേ ചെയ്യാൻ ഞാൻ കൗണ്ടറിലേക്ക് പോകുമ്പോഴേക്കും അവളൊരു ഫോണുമായിട്ട് സൈഡിലേക്ക് മാറി. ഫോണ് പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോയി ചോദിച്ചു എന്ത് പറ്റി ചോദിച്ചും പറഞ്ഞു ഇല്ല വെയിറ്റ് ചെയ്യടാ, ഹസ്ബൻഡ് ട്രാൻസ്ഫർ ചെയ്യണം പൈസ എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു അതെയോ. അങ്ങനെ ഞങ്ങൾ കൗണ്ടറിൽ പോയി പേ ചെയ്തു ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു നീ എല്ലാ പൈസയും തീർത്തു. പിന്നെ സാലറി കിട്ടിയിട്ട് ഞങ്ങൾക്ക് ഹാർഡ്ലി 2-3 ഡേയ്സേ ആയിട്ടുള്ളൂ. മന്ത് എൻഡ് ആകുമ്പോഴേക്കും കുറയും, പക്ഷെ ആ ദിവസങ്ങൾ ഞങ്ങൾ ജനറലി ഭയങ്കര ലാവിഷാ. അപ്പൊ പറഞ്ഞു ഇല്ല, ഞങ്ങൾ എന്താ ഫോളോ ചെയ്യുന്നത് വെച്ചാൽ കല്യാണം കഴിഞ്ഞപ്പോ തൊട്ടിട്ട് അവളുടെ സാലറി വന്ന ഉടനെ ഹസ്ബൻഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന്. എനിക്കത് കേട്ടപ്പോ അത്ര ഇഷ്ടപ്പെട്ടില്ല, ഒന്നും പറയാൻ പറ്റില്ല, നമ്മൾ കേട്ടു വന്നു. പക്ഷെ അതിന്റെ മനസ്സിൽ അന്ന് കൊണ്ട ഒരു സ്റ്റോറിയാണ്. എന്താണ് നമ്മൾ ഇൻഡിപെൻഡൻസ് വേണം, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ടാണ് പഠിക്കുന്നതും ജോലി കിട്ടുന്നതും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാലോ എന്ന്. ആ സമയത്ത് അതിലൊരു ചെയിൻ വന്ന് വീഴുക, ഇങ്ങനൊരു ഇതിപ്പോ ഒരു ഭയങ്കര 2 ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എത്ര തന്നെ ആവും. അതിന് വരെ ചോദിച്ച് പെർമിഷൻ എടുത്ത്, അതും ഇൻസ്റ്റന്റ്ലി തീരുന്നൊരു ഡിസ്കഷൻ അല്ല. കുറച്ചു നേരം സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത്. നിനക്ക് എന്ത് തോന്നിയടാ? ഓ അയ്യോ, ഇത് ഭയങ്കര, എനിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഭയങ്കര ഫീൽ ബാഡ് ചെയ്യുന്ന ഒരു കാര്യ. നീ പറയുന്നത് പോലെ തന്നെ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയണ, ഓ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കണം, സ്വന്തമായിട്ട് ഏൺ ചെയ്യണം, സ്വന്തമായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ ഫുൾ എമൗണ്ട് വേറൊരു അക്കൗണ്ടിലേക്ക് പോവാ. ഹസ്ബൻഡ് ആയിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ബ്രദർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഫുൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ച് വാങ്ങുക, എക്സ്പ്ലനേഷൻ കൊടുക്കുക, വൈ ഇറ്റ് ഈസ് നീഡഡ്, എന്തിനാ നമ്മൾ മേടിക്കുന്നത്, കുറേ. എന്നിട്ട് പിന്നെ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് സങ്കടവും. പിന്നെ അതിനെ സോപ്പിട്ട് കുറേ ചോദിച്ച്, ഐ മീൻ എന്തിനാല്ലേ ഇതിന്റെയൊക്കെ ഒരു ആവശ്യം. എന്റെ ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ആവശ്യം, നമ്മൾ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മണി ഇസ് റൈറ്റ്ഫുള്ളി യോഴ്സ്. വി ക്യാൻ ഡിസൈഡ് അത് എങ്ങനെ സേവ് ചെയ്യണം, എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്ന്. അല്ലേ? കല്യാണം കഴിയുമ്പം യെസ്, പാർട്ട്ണറും കൂടിയായി രണ്ടാളും കൂടി ഡിസൈഡ് ചെയ്യുക. അപ്പോഴും നമ്മൾ ഏൺ ചെയ്യുന്നതിൽ ഒരു നല്ല ഷെയർ നമുക്ക് ഡിസൈഡ് ചെയ്യാനുള്ള റൈറ്റും വേണം തന്നെയാണ്. അത് വളരെ ട്രൂ ആ. ഇപ്പം സേവ് ചെയ്യുകയാണെങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ചിന്തയിൽ ഞാൻ പറയുന്നത്, ഇറ്റ് ഷുഡ് നോട്ട് ബി ഈതർ, ഇറ്റ് ഷുഡ് ബി എ കമ്പൈൻഡ് അക്കൗണ്ട് വേർ യു ബോത്ത് ക്യാൻ ഓപ്പറേറ്റ്. അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും സേവ് ചെയ്യണം എന്ന് തന്നെ പറയുന്നത്. ബിക്കോസ് ഇപ്പം അറിയാലോ, കുറേ ഇഷ്യൂസ് വരുന്നുണ്ട്. നമ്മൾ ഹാർഡ് ഏൺ ചെയ്ത് കിട്ടുന്ന മണി ഒരാളുടെ പേരിൽ ഇടുക, സേവ് ചെയ്തിടുക, വെദർ ഇറ്റ്സ് ഹസ്ബൻഡ് ഓർ വൈഫ്, ഒരാളുടെ പേരിൽ ഇടുക. പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും സ്വരച്ചേർച്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഡിവോഴ്സോ അങ്ങനെയൊക്കെ ആവുമ്പോഴത്തേക്കിന് ഈ എമൗണ്ട് എല്ലാം, യു ഓൾസോ ഏൺഡ് ഇട്ട് അല്ലേ, വെറുതെ ആരും കൊണ്ട് തരുന്നതല്ലല്ലോ, കഷ്ടപ്പെട്ടിട്ട് തന്നെ ഉണ്ടാക്കുന്നതല്ലേ. പിന്നെ ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ യു ആർ വർക്കിംഗ് ഓർ നോട്ട്. അത് നല്ല പോയിന്റ്. അതെ, വർക്ക് ചെയ്യാതെ, ഇതൊരു ഫ്രണ്ടിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ കാര്യം പറഞ്ഞേ. ഇതേപോലെ എന്റെ സ്കൂൾമേറ്റ് വർക്കേ ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്ന കുട്ടിയല്ല. ഷീ ഓൾവേസ് വാണ്ടഡ് ടു ബി എ ഹോം മേക്കർ. അവള് വന്നു, അവൾക്ക് ലാവിഷ് ആയിട്ടാണ് അവൾ ചിന്തിക്കുന്നേ ഇല്ല സ്പെൻഡ് ചെയ്യുമ്പം. എന്താ വെച്ചാൽ അവിടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വന്നു കഴിഞ്ഞു. ദിസ് എമൗണ്ട് ഇസ് കൈൻഡ് ഓഫ് യോഴ്സ്. ബിക്കോസ് അവരും നന്നായിട്ട് ആ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു ഇൻപുട്ട് ഇല്ലേ, വെദർ യു ഏർണിംഗ് ഫ്രം ഔട്ട്സൈഡ് ഓർ നോട്ട്, കോൺട്രിബ്യൂഷൻ ടു ദ ഫാമിലി ഇസ് സെയിം. അപ്പൊ അവൾക്കും അവളുടെ ഒരു ഫ്രീഡം ഉണ്ട്. അപ്പൊ ഈ വർക്ക് ചെയ്യുന്ന എന്റെ ഫ്രണ്ടിനെക്കാളും ഫ്രീഡം വർക്ക് ചെയ്യാത്ത എന്റെ ഫ്രണ്ട്, രണ്ടും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഞാൻ വിചാരിക്കുന്ന ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് മാത്രം പോരാ നമുക്ക്, അതിനെ പോലെ തന്നെ അതിലും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡമിന്. കറക്റ്റ്.
അത് വളരെ ഇമ്പോർട്ടന്റാ. ഇപ്പൊ കുട്ടികളാണെങ്കിൽ തന്നെയും നമ്മളിപ്പോ കുട്ടികൾക്കൊരു കുഞ്ഞു പോക്കറ്റ് മണിയോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പം നമ്മളിങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്ത് ഇത്രയും മണിയേ എടുക്കാവുള്ളൂ അല്ലെങ്കിൽ അവിടുന്ന് അവരെ വിളിച്ചു ചോദിക്കണം എന്നൊക്കെ വരുമ്പം ഐ മീൻ അതാ പറയുന്നത് കുട്ടികളാണെങ്കിൽ അവർ ഏർണിംഗ് ഒരു ഇത് പൊട്ടൻഷ്യലിൽ എത്തിയിട്ടില്ല. ബട്ട് എനിക്ക് തോന്നുന്നു അവർക്കും കൂടി ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഈസ് വെരി ഇമ്പോർട്ടന്റ് അത് അല്ലേ? പറയുമ്പോൾ നല്ല രസമുള്ള ഒരു കാര്യം പറയാം. നമ്മുടെ കുട്ടികളെ ഇടയ്ക്ക് ഇങ്ങനെ പോവുമല്ലോ, ഔട്ടിങ്ങിന് പോകുമ്പം യു ക്യാൻ ഡു വാട്ട് എവർ യു വോണ്ട് വിത്ത് ദിസ് മണി എന്ന് പറയുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന സന്തോഷം ഉണ്ടല്ലോ. വെറും 1000 റുപ്പീസോ 500 റുപ്പീസ് ആയാലും മതി. അത് കൊടുക്കുന്ന സന്തോഷം ഒരു 1 lakh 2 lakh ഈവൻ 1 crore റുപ്പീസ് തന്നിട്ട് ടെൽ മീ വാട്ട് യു ആർ ഗോയിങ് ടു ഡു വിത്ത് ദിസ് എന്ന് ചോദിച്ചൊരു 10 റെസ്ട്രിക്ഷൻ വെക്കുന്നതിനേക്കാളും ഹാപ്പിനെസ് ആ 500 1000 റുപ്പീസോ വെച്ചിട്ട് ഡു വാട്ട് യു വോണ്ട്. കറക്റ്റ്, കറക്റ്റ്. ആ ഒരു ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് നമ്മളൊരു ഗ്രൂപ്പിൽ പ്രത്യേകിച്ചാകുമ്പോൾ ഇപ്പൊ നമ്മളൊക്കെ കൂടെ ഒന്ന് ഫ്രണ്ട്സ് ഒക്കെ കൂടെ നമ്മൾ വെളിയിൽ എന്തെങ്കിലും റെസ്റ്റോറൻറ്റിലോ ഒക്കെ പോകുമ്പം യൂഷ്വലി ചിലപ്പോൾ ചിലർ പറയാറുണ്ട് ആ ഇന്ന് എൻ്റെ വകയാണ് ട്രീറ്റ് എന്ന് പറയും. പക്ഷേ ഇത് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ചില ഗ്രൂപ്പുകൾ കേട്ടോ ഞാൻ നമ്മുടെ കോമൺ ഗ്രൂപ്പ് അല്ല പറയുന്നത്. ചില ഗ്രൂപ്പിൽ പോകുമ്പോൾ ചിലവർക്ക് അത് പറയാനുള്ളൊരു ധൈര്യമില്ല. ഞാനത് കണ്ടിട്ടുണ്ട് ട്ടോ. പക്ഷെ അത് വല്ലപ്പോഴും കാണുന്ന ഒരു ഇതായതുകൊണ്ട് നമ്മൾ കൂടുതൽ ചോദിക്കാറില്ല. പക്ഷെ മുഖത്ത് പെട്ടെന്ന് അയ്യോ! ഈ ഞാൻ എങ്ങനെ ചോദിക്കും ഒരു ഭയം ഞാൻ കാണാറുണ്ട് കേട്ടോ. അത് ആർക്കും ഉണ്ടാവാണ്ടിരിക്കട്ടെ ട്ടോ. നമ്മൾക്ക് തന്നെ നമ്മുടെ റൈറ്റ്സ് വോയിസ് ചെയ്യാനുള്ള ഒരു ധൈര്യം വേണം. കറക്റ്റ്. അതിന് നമ്മൾ അച്ചീവ് ചെയ്യും വേണം. ഹാർഡ് വർക്ക് ചെയ്യേണ്ടടുത്ത് ചെയ്യണം. ഇൻഡിപെൻഡൻസ് അറ്റൈൻ ചെയ്യേണ്ടടുത്ത് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രീഡം നമ്മൾ എൻജോയ് ചെയ്യണം. അല്ലേ? അതെ. അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഇസ് എ ബിഗ് ബ്ലെസ്സിങ്. ലെറ്റ് us all work towards it. Freedom is most ഇമ്പോർട്ടന്റ്. necessary. അല്ലേ? Thanks for watching Echoes of Her with Ren Ren and and Go. Go.